അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ കുറേ ഫോട്ടോസ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ പലതും നിങ്ങളെയും കൂടി കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. ഫസ്റ്റ് തന്നെ ഇവിടെ ആഗ്നയുടെ കസിൻസ് ആണല്ലേ ഇത് ആക്ച്വലി നമ്മുടെ ഒരു സ്റ്റുഡൻറ്റും കൂടിയാണ്. പേരെന്തായിരുന്നു ആളുടെ? ഋതിക ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഓൾറെഡി ഉള്ള ഒരു സ്റ്റുഡൻറ്റും കൂടിയാണ്. പിന്നെ ഇത് ആഗ്നയുടെ അച്ഛനും ചേച്ചിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. പിന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ അരുൺ സാറ് കണ്ടു കഴിഞ്ഞാൽ സാറിന് വളരെ ഹാപ്പി ആവും. നമ്മളുടെ ഇലാൻസിൻ്റെ നമ്മുടെ വൺ ഓഫ് ദി ഡയറക്ടറാണ് അരുൺ സാറ്. അരുൺ സാറുമായിട്ട് നമ്മുടെ പ്രോഗ്രാമിന് വന്നപ്പം അരുൺ സാർ ആഗ്നയ്ക്ക് പ്രൈസ് കൊടുക്കുന്നത് അല്ലേ ആഗ്നയ്? അതിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അന്ന് കിട്ടിയ പ്രൈസും എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം. അതായത് ആഗ്നയ് എനിക്കൊന്ന് ഫസ്റ്റ് ടൈം പെർഫോം ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാമിലാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു എക്സ്പീരിയൻസ്? അന്നത്തെ അവനെക്കാട്ടും കൂടുതൽ ടെൻഷൻ എനിക്കായിരുന്നു. എങ്ങനെയാണ് അവൻ, പക്ഷെ നന്നായി ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ നന്നായിട്ടുണ്ടായിരുന്നു. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം ഒരുപാട് ഫ്രണ്ട്സ്, ഇപ്പൊ ഇവനാണെങ്കിലും ഓൺലൈൻ കാണുന്ന എല്ലാവരും നേരിട്ട് കാണുമല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളുടെ കണ്ടിട്ട് എന്താ തോന്നിയേ? നല്ല ഓൺലൈനിലാണെന്ന് തോന്നൂല നമുക്ക്. അതാണ് മെയിൻ അടുത്തൊരു പ്രത്യേകത. കാരണം നമ്മളിപ്പോൾ അബാക്കസ് എന്ന് പറയുമ്പം പോയി പഠിക്കണം എന്നായി അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് പറയൂല. ഇത്രയും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നു. ഓക്കെ, വാവ ചെറുതായിട്ട് ഇങ്ങനെ ഒച്ചയും വെള്ളമൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ നോടി, ഇത് ആഗ്നയുടെ സ്കൂൾ ഫോട്ടോ ആണല്ലേ? ഇതില് ഇപ്പം ഈ സ്കൂളിലേക്ക് ഇനിയിപ്പോ ഈ ഒരു വീഡിയോ പോകുമ്പോ ആയിരിക്കുമോ സ്കൂളിൽ ഫ്രണ്ട്സ് ഒക്കെ അറിയാം ആഗ്ന ഇവിടെ അബാക്കസ് പഠിക്കണ്ടേ ലാൻസിലെന്ന്? ആദ്യം അറിയോ? അതെങ്ങനെയാ അറിയുന്നേ? ഞാൻ 1ാം ക്ലാസ് ചേരുമ്പോഴേ എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ആഗ്നയുടെ ഫ്രണ്ട്സ് അബാക്കസ് പഠിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്, ധ്യാനുണ്ട്, ഇവരൊക്കെ അപ്പൊ എവിടെയാ പഠിക്കുന്നത്? നമ്മളെ കൂടെ തന്നെയാണോ? ഓക്കെ, അപ്പൊ ആഗ്നയുടെ ഫ്രണ്ട്സും ഇപ്പം അല്ലെ? എനിക്ക് തോന്നുന്നു ആഗ്ന പഠിച്ചു തുടങ്ങിയതിന് ശേഷമല്ലേ അവരൊക്കെ വന്നേ? ഈ കൊല്ലം മുതൽ. അപ്പൊ ആഗ്നയെ പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും അല്ലെ അവരൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അവരെന്തെങ്കിലും പറഞ്ഞായിരുന്നോ എങ്ങനെയാണ് അവരിപ്പോ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചതും? ഡയറക്റ്റ് നിങ്ങൾ പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അത് അറ്റൻഡ് ചെയ്തതിനു ശേഷം അവരെന്തെങ്കിലും പറഞ്ഞായിരുന്നോ എങ്ങനെയെന്ന്? ഇതിന്റെ മാറ്റം കണ്ടപ്പോഴാണ് പ്രത്യേകിച്ച് ഇവർ ചോദിച്ചത്. പിന്നെ ഞാൻ ഈ ക്യാമ്പിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ അച്ഛൻ എങ്ങനെയാണ്? അച്ഛനോട് എങ്ങനെയാ ആൾക്കാർ ഷെയർ ചെയ്യുന്നത്? ഈ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണല്ലോ. നല്ല അഭിപ്രായം ആണല്ലേ? ഓക്കെ, അന്ന് വന്നിട്ടുണ്ടായിരുന്നോ? അന്ന് പ്രോഗ്രാമിന് ഞാൻ വന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ഒരു വലിയൊരു പ്രോഗ്രാം നമ്മൾ വെച്ചിട്ട് ആഗ്നയുടെ പെർഫോമൻസ് ഡെഫിനറ്റ്ലി അല്ലെ മെയിൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അവിടെ ഉണ്ടായിരിക്കും. അന്നത്തെ പോലെ അല്ല, ഇപ്പൊ ആഗ്നയെ കുറച്ചും കൂടി കോൺഫിഡന്റ് അല്ലേ? ഇപ്പൊ എല്ലാം ചെയ്യാൻ ഭയങ്കര കോൺഫിഡന്റ് ആണല്ലേ? അപ്പൊ ഇനി അനിയത്തി കുട്ടീനെയും കൂടി കൂട്ടിയിട്ട് ഇവിടെ ഒരാള് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആഗ്നയുടെ അനിയത്തി കുട്ടിയും ഒക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു അബാക്കസ് പെർഫോമൻസ് ഡെഫിനറ്റ്ലി കാണാൻ പറ്റുന്നതാണ്. ഞാൻ വളരെ എന്താ പറയാ ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നത് എന്തായാലും കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിനും നമ്മളിവിടേക്ക് ഇൻവൈറ്റ് ചെയ്തതിനും ഇവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നമ്മളെ കൂടെ നിന്നതിനും ഒരുപാട് താങ്ക്സ്. Add 11, add 15, add 21, minus 20. 27. Add 47, add 3, add 10, add 23. 83. Add 42, add 21, minus 13, add 34. 84. Add 54, add 21, minus 25, add 33. 83. Add 36, add 14, minus 20, add 23. 53. 123, add 114, minus 100. 137. 15 into 3, 45. 56 into 3,
168. 123 into 2. 246.